ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി അറബി ഫുഡാണ്. അപ്പോൾ അതിന് മുമ്പായി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മജ്ബൂസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ചിക്കൻ ബോയിൽ ചെയ്യാനുള്ളത് ഒരു സബോള, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ബോയിൽ ചെയ്ത് അത് നമ്മൾ പൊടി പൊടിയാക്കിയ ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് ഉള്ളി, പിന്നെ അതിൽ ആഡ് ചെയ്യാനുള്ള കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തത്, പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ശേഷം വേണമെങ്കിൽ ഓവനിൽ വേണമെങ്കിൽ അത് ഫ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വേണ്ട മജ്ബൂസിന് വേണ്ട ഒരു ചിക്കൻ, പിന്നെ സഫ്രാൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മജ്ബൂസിന് വേണ്ടിയിട്ടുള്ള ഇത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു പാത്രം വെച്ച് വെള്ളമൊഴിച്ച് നല്ല ചൂടായ ശേഷം നമുക്ക് മജ്ബൂസിന് ഇടാം, മസാല ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ചിക്കൻ നമുക്ക് ഇട്ടു. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നല്ല ബോയിൽ ചെയ്ത ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടണം. കാരണം നമ്മൾ ഇത് ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്ത് നമ്മൾ ചിക്കൻ മാത്രം ബോൺലെസ് ആണ്, ബോൺ നമുക്ക് ആവശ്യമില്ല, വെറും ചിക്കൻ മാത്രം. അപ്പോൾ അതിന് ശേഷം നല്ല നമുക്ക് ഫ്രൈ ചെയ്യാനാണ് നമുക്ക് ആ ഓണിയൻ ഫ്രൈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ ഇത് ബോയിൽ ചെയ്ത ചിക്കനാണ്. നമ്മൾ ഇതേപോലെ നമ്മളാക്കിയെടുക്കുക. അധികം പൗഡറല്ല, ഇതേപോലെ സ്ലൈസായിട്ട് നമ്മൾ ചിക്കൻ എടുക്കണം. അതിനുശേഷം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, കാരണം റൈസ് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ, ഞാൻ ഇത് ഓവൻ ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ആക്കിയത്. ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് കുറച്ച് ഇത്തിരി ഓയിൽ മതി. അതിനുശേഷം വെളുത്തുള്ളി, ചെറിയൊരു ബ്രൗൺ കളർ വന്ന ശേഷം, ഒരുപാട് കരിയാൻ പാടില്ല, ചെറിയ ബ്രൗൺ ശേഷം നമുക്ക് അരിയിട്ട ശേഷം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ബോയിൽ ചെയ്ത വെള്ളം ആവശ്യത്തിന് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നോക്കിയ ശേഷം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാം. ഒരു 6-7 മിനിറ്റ് നേരം നമ്മൾ അടച്ചിട്ട് വേവിക്കാം. കുറച്ച് ലെമൺ നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം പകുതി വേവായി. അതിനുശേഷം നമ്മൾ ദമ്മിടാനായി കുറച്ച് നമ്മൾ സഫ്രാൻ്റെ കളർ, കുറച്ച് റോസ് വാട്ടർ, ആവശ്യമുള്ളത് റോസ് വാട്ടർ, കുറച്ചുകൂടി ടേസ്റ്റ് നല്ല സ്മെല്ലും, കുറച്ച് റോസ്റ്റ് വാട്ടർ. പക്ഷേ നമുക്ക് 20 മിനിറ്റ് നേരം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ചട്ടി ചൂടായ ശേഷം അല്പം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് സബോള ആഡ് ചെയ്യാം. കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് വെക്കാം, പെട്ടെന്ന് സോഫ്റ്റായി. ഉള്ളി നന്നായി വാടി വന്ന ശേഷം അതിനുശേഷം നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പട്ടപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കറിപ്പൊടി, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് മിക്സാക്കാം. ശേഷം നമുക്ക് ചിക്കനൊക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഫ്രൈ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ചിക്കൻ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് കുറച്ച് സഫ്രാൻ അതിനുശേഷം നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ നമുക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു അറബി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ കിടക്കുന്ന ചിക്കനൊക്കെ എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. നമ്മളിതിൽ മുകളിൽ കിടക്കുന്ന കുറച്ച് ഡെക്കറേഷനാണ്, കുറച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നല്ല മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ല മിക്സ് ചെയ്യാം. നല്ല സ്മെല്ല്. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് അതിനുശേഷം നമുക്ക് കുറേശ്ശായിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, സ്നോബാർ, കുറച്ച് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കളർഫുള്ളാവും. ഒരു അടിപൊളി എന്താ നല്ലൊരു അറബി ഫുഡാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.